ക്ഷേമ പദ്ധതികളും കറന്റ് അഫയേഴ്സും ആണ്. ആർദ്രം മിഷൻ സർക്കാർ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ചികിത്സയുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ച് രോഗികൾക്ക് സൗഹാർദ്ദപരമായ പരിചാരണവും മികച്ച സേവനവും ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ചികിത്സയുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ച് രോഗികൾക്ക് സൗഹാർദ്ദപരമായ പരിചാരണവും മികച്ച സേവനവും ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ. താലോലം ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങള്, ജനിതക രോഗങ്ങൾ, മറ്റു ഗുരുതര രോഗങ്ങൾ എന്നിവ ബാധിച്ച 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. മെഡിസെപ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. മൃതസഞ്ജീവനി കേരളത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 2012 ഓഗസ്റ്റ് 12-നാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. എന്താ പറയുന്നത്? കേരളത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 2012 ഓഗസ്റ്റ് 12-ന് ഈ പദ്ധതി നിലവിൽ വന്നു. സ്നേഹയാനം ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് ഈ ഓട്ടോ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് ഈ ഓട്ടോ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. 2023 സെപ്റ്റംബർ 5-ന് 170-ാം ജയന്തി ആചരിച്ച നവോത്ഥാന നായകൻ. 2023 സെപ്റ്റംബർ 5-ന് 170-ാം ജയന്തി ആചരിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. 2024 നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരമാണ്. 2024 നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി എവിടെയാണ്? തിരുവനന്തപുരം. തെലങ്കാനയിലെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തെലങ്കാനയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. 2023 ഡിസംബറിൽ മിഗ്ജോം ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രളയമുണ്ടായ ഇന്ത്യൻ നഗരം ചെന്നൈ. 2023 ഡിസംബറിൽ മിഗ്ജോം ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രളയം ഉണ്ടായ ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. രാജ്യത്തെ ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് PM ജൻമൻ യോജന പദ്ധതി. രാജ്യത്തെ ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് PM ജൻമൻ യോജന പദ്ധതി. Thank you.